നമ്മുടെയൊക്കെ സർക്കിളിൽ എഡ്യൂക്കേഷൻ ഡൊമെയിനിൽ ബിസിനസ് ചെയ്യുകയോ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ അവർ LMS പർപ്പസിന് വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയറും ചൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവർ കറക്റ്റായിട്ടുള്ള ERP സൊല്യൂഷൻസ് യൂസ് ചെയ്യാത്തത് കൊണ്ട് അവരുടെ ഹാർഡ് വർക്കുകൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇതിനെ സ്മാർട്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ERP സൊല്യൂഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ പോസിബിളാണ്. ഇങ്ങനെയുള്ള ERP സോഫ്റ്റ്വെയർസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്കോസിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയുള്ളതാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അതല്ലെങ്കിൽ നിങ്ങൾക്കത് കൺസേൺസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ERP സൊല്യൂഷൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ പുറമേ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എഡ്യൂക്കേഷൻ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെയും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ എക്സാമ്പിളാണ് CRM ആപ്ലിക്കേഷൻ, ക്ലയൻറ്റ് റിലേഷൻ മാനേജ്മെൻറ്റ്, HR മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ തുടങ്ങിയിട്ട് മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂസ് ചെയ്യാം.